Hello dear students, welcome to our new unit today. Wow, this is really incredible, right? You all are interested in this picture, I believe, because we all like to eat. So today we'll be starting with our new topic, that's nutrition. Okay, so it's a part of unit 10. I think you have your syllabus with you. Unit 10 is total 60 hours, and from that we learn how to meet the needs of patients. From that I am taking the portion nutrition. Okay, let us see the definition of nutrition. It is a science of food and nutrients and of the process by which an organism takes them in and uses them for producing energy to grow, maintain function and renew itself. So it is a science of food and nutrients. Simply നമുക്ക് പറയാം, നമ്മൾ ഫുഡിനെ കുറിച്ചും അതിൽ നിന്ന് കിട്ടുന്ന ന്യൂട്രിയൻസിനെ കുറിച്ചും പഠിക്കുന്ന ഒരു സയൻസാണ് ന്യൂട്രീഷൻ. ബട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ്? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് an organism takes them in. നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, and for what purpose we are taking food? For producing energy to grow. ഭക്ഷണം കഴിക്കുന്നതാണ് നമ്മൾ വളരുന്നത്. For maintaining function. നമ്മുടെ ഫങ്ഷൻസ് എല്ലാം നമ്മൾ ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ല അറിയാം, നമ്മൾ ഭയങ്കര ടയേർഡായി പോകും അല്ലേ? ആൻഡ് റിന്യൂവിങ് ഇറ്റ് സെൽഫ്. എന്താ റിന്യൂവൽ? നമ്മൾ എല്ലാ ദിവസവും നമ്മൾ റിന്യൂ ചെയ്യുന്നുണ്ടോ? നമുക്ക് കാണത്തില്ലെങ്കിലും നമ്മുടെ സ്കിന്നും നമ്മുടെ ടിഷ്യൂസും ഒക്കെ റിന്യൂ ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഒരു ലൈഫ് സ്പാൻ ഉണ്ട്. ഓക്കെ, അപ്പം റിന്യൂവലിനും ന്യൂട്രീഷൻ ഈസ് എസെൻഷ്യൽ. ഓർ വി ക്യാൻ ഡിഫൈൻ ന്യൂട്രീഷൻ ആസ് ഇറ്റ് ഇസ് എ സം ഓഫ് ദി പ്രോസസ്സസ് ഇൻവോൾവ്ഡ് ഇൻ ടേക്കിംഗ് ഇൻ ന്യൂട്രിയൻസ് ആൻഡ് അസിമുലേറ്റിംഗ് ആൻഡ് യൂട്ടിലൈസിങ് ദം. സോ ഇവിടെ വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഈ പ്രോസസ് ഇറ്റ് ഇൻവോൾവ്സ് ടേക്കിംഗ് ഇൻ, അതായത് ഫുഡ് കഴിക്കുന്നു, അസിമുലേറ്റിംഗ് ഇറ്റ് ആൻഡ് യൂട്ടിലൈസിങ് ദം. വാട്ട് ഈസ് അസിമുലേഷൻ? What is assimilation? I believe this is a new word to you. It is written the process of transforming food so that it can be absorbed and utilized as nourishment by the tissues of the body. നമ്മൾ കഴിക്കുന്ന ഫുഡ് അതുപോലെ തന്നെ ഇരുന്ന് നമ്മുടെ ടിഷ്യൂവിന് ഒരു യൂസും ഉണ്ടാവില്ല. സോ അതിന് ട്രാൻസ്ഫോർമേഷൻ നടക്കും, അല്ലെ ഡൈജഷൻ നടക്കും. ഈ പ്രോസസ്സിനാണ് നമ്മൾ അസിമുലേഷൻ എന്ന് പറയുന്നത്. There is another word which is called nutritional status. It is a condition of the body resulting from the use of essential nutrients available to it. Okay, nutritional status is the condition of the body resulting from the use of essential nutrients available to. നമ്മൾ കഴിക്കുന്ന ഫുഡ് കൊണ്ട് നമ്മളുടെ ബോഡിയുടെ അവസ്ഥ എന്താണോ, that is nutritional status, and it can be classified as good, fair and poor. നമ്മുടെ നല്ല ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ആണ്, we say that it's good nutritional status if it's fair. Okay, കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലാണ് it is fair, and our nutritional status is poor, then means we call it, നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ മെലിഞ്ഞുണങ്ങിയിരിക്കുന്നതെങ്കിൽ we say our nutritional status is poor. Why nutrition is important? Why we need nutrition? Can we see that? Okay, the importance of nutrition. It is one of the basic human needs that changes throughout the life cycle. ബേസിക് ഹ്യൂമൻ നീഡ്സ്, നമ്മൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് വേണമെന്ന് പറഞ്ഞല്ലേ, പക്ഷെ നമ്മുടെ ന്യൂട്രീഷൻ ചേഞ്ചസ് ത്രൂ ഔട്ട് അവർ ലൈഫ് സൈക്കിൾ. നമുക്ക് ഒരു വയസ്സുള്ളപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡാണ് നമ്മൾ 10 വയസ്സുള്ളപ്പോൾ കഴിക്കുന്നത്. ആ 10 വയസ്സിൽ കഴിക്കുന്ന ഫുഡാണ് നമ്മൾ 80 വയസ്സുള്ളപ്പോൾ കഴിക്കുന്നത്. ജസ്റ്റ് തിങ്ക്. സോ അവർ ഫുഡ് ഹാബിറ്റ്സ് ഓർ നീഡ്സ് ഓഫ് ന്യൂട്രീഷൻ ചേഞ്ചസ് ത്രൂ ഔട്ട് ദ ലൈഫ് സൈക്കിൾ. ദെൻ നെക്സ്റ്റ് വൺ, ഫുഡ് പ്രൊവൈഡ്സ് ന്യൂട്രീഷൻ നോട്ട് ഓൺലി ടു ബോഡി ബട്ട് ഓൾസോ ടു മൈൻഡ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ ഫിസിക്കൽ പാർട്ടും സൈക്കോളജിക്കൽ പാർട്ടും is both equally important. It's interconnected. When we have good nutrition, our mind is also happy. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ്, ഒരു ഐസ്ക്രീം, ഒരു ചോക്ലേറ്റ് വരുമ്പോൾ വി ആർ ഹാപ്പി. അത് നമ്മുടെ ആ ഫുഡിൻ്റെ കാഴ്ച തന്നെ നമ്മുടെ മൈൻഡിനെ ഭയങ്കരമായിട്ട് ഹാപ്പി ആക്കും അല്ലേ. സോ it provides nutrition to body as well as to mind. മനസ്സിന് വേണ്ടത് കഴിക്കുന്ന ഫുഡല്ല, അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് കുറച്ച് ഇമോഷൻസ് ആണ്. അതുകൊണ്ടാണ് പറയുന്നത് ഫുഡ് പ്രൊവൈഡ്സ് ന്യൂട്രീഷൻ ടു ബോഡി ആൻഡ് മൈൻഡ് എന്ന്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ നെസസിറ്റി ഇൻ ലൈഫ്, ഇറ്റ് ഓൾസോ ഹോൾസ് സിംബോളിക് മീനിങ്. എന്താ സിംബോളിക് മീനിങ്? നമ്മൾ ഭക്ഷണം കഴിക്കുന്ന നെസസിറ്റിയാണ്, പക്ഷേ അതിൻ്റെ സിംബോളിക് മീനിങ്സ് ഉണ്ട്. നമുക്കറിയാം സിംബോളിക് മീനിങ് എന്ന് പറയുമ്പം നമ്മളൊരു സാധനം കാണിക്കുകയാണ്, അത് പക്ഷേ സിംബോളൈസ് ചെയ്യുന്ന മറ്റെന്തിനെങ്കിലുമാണ്. നമ്മളിപ്പോൾ ഒരു സിമ്പിൾ കാണിച്ചാൽ അത് വേറെ എന്തിനെങ്കിലാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ നമുക്കറിയാം വാട്ട് ഇറ്റ് റിയലി മീൻസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മെസ്സിയുടെ ഫുട്ബോൾ ഇതിഹാസം മെസ്സിയുടെ ഒരു ജേഴ്സി, ഒരു ബ്ലൂ ജേഴ്സി വിത്ത് 10 നമ്പർ ഉണ്ടെങ്കിൽ നമ്മൾ നാച്ചുറലി ഓർക്കും മെസ്സി അല്ലേ. സോ ഇറ്റ് ഇസ് എ സിംബോളൈസേഷൻ ഓഫ് മെസ്സി വിത്ത് ദാറ്റ് ജേഴ്സി. പിന്നെ ഇവിടെ ഫുഡിൻ്റെ കാര്യത്തിലാണ് ഇറ്റ് ഇസ് റിലീജിയസ് സിംബോളൈസേഷൻ. ഫോർ എക്സാമ്പിൾ ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിൽ അറിയാം, കുർബാനയുടെ ഇടയ്ക്ക്
അവർക്ക് അപ്പവും വീഞ്ഞും വാഴ്ത്തുന്നുണ്ട്. ദിസ് ബ്രെഡ് ആൻഡ് ദിസ് വൈൻ ഇസ് symbolic. It gives a symbolic meaning of the body and blood of Christ. ഹിന്ദുസിൻ്റെ എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ഭഗവാന് നെയ്യ് നേദിച്ചു എന്ന് പറയും അല്ലേ. എന്തുകൊണ്ടാണ് നെയ്യ് നേദിക്കുന്നത്? ദേവന്മാരുടെ വിശുദ്ധമായ ഭക്ഷണമാണ് നെയ്യ്, അതുകൊണ്ടാണ് നെയ്യ് നേദിക്കുന്നത്. അവിടെ സിംബോളിക് മീനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ മുസ്ലിംസിൻ്റെ എടുക്കുവാണെങ്കിൽ ഫോർ എക്സാമ്പിൾ റമദാൻ്റെ നോയമ്പ് എടുക്കുമ്പം എപ്പോഴും അവർ ഇഫ്താറിന്, അതായത് നോയമ്പ് തുറക്കുമ്പം ഡേറ്റ്സ് കഴിക്കും, അതായത് ഈന്തപ്പഴം കഴിക്കും. എന്തുകൊണ്ടാണ് കഴിക്കുന്നതെന്ന് അറിയാമോ? അതായത് നമ്മുടെ പ്രോഫറ്റ് മുഹമ്മദ് നബി ഇഫ്താറിന് നോയമ്പ് തുറക്കുമ്പോൾ എപ്പോഴും 3 ഡേറ്റ്സ് ആണ് അല്ലെങ്കിൽ 3 ഈന്തപ്പഴം കഴിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ സിംബോളൈസേഷന് വേണ്ടിയാണ് ഇപ്പോഴും ഇഫ്താറിന് ഈന്തപ്പഴം കഴിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എല്ലാ ഇത് മാത്രമല്ല, ജ്യൂസിൻ്റെ ഇടയ്ക്കും എന്താ പറയുക, എല്ലാ റിലീജിയസിലും ഫുഡിന് ഇങ്ങനെ സിംബോളിക് മീനിങ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. So let's see, food is a part of ceremonies. നമുക്കറിയാം എല്ലാ സെറിമണിക്കും ഫുഡില്ലാതെ പറ്റത്തില്ല. സോഷ്യൽ ഗ്യാതറിങ്സിന് there will be food, religious events and celebration of birth and mourning of death. ഈ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾക്ക് ഒന്നല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഫുഡ് ഇസ് മാൻഡേറ്ററി അല്ലേ. സെറിമണീസ്, സോഷ്യൽ ഗ്യാതറിങ്സ്, റിലീജിയസ് ഈവൻറ്റ്സ്, സെലിബ്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് മോർണിംഗ് ഓഫ് ഡെത്ത്, എവ്രിവെയർ വി ക്യാൻ സീ ഫുഡ്. സോ ഇറ്റ്സ് എ സോഴ്സ് ഓഫ് പ്ലഷർ, നമുക്ക് സന്തോഷം തരുന്നു. ഇറ്റ്സ് എ സോഷ്യൽ ഇവന്റ്, എ റിലീജിയസ് സിംബൽ, എ കൾച്ചറൽ എംബ്ലം or an and last and but the most important one is an integral component of medical treatment. Examples are diabetes mellitus, hypertension, etc. So we see food is an unavoidable part of ceremonies, social gatherings or festivals, religious events or all types of celebrations. It gives us, it's a source which provides pleasure and it's a social event. നമുക്കറിയാം നമ്മൾ ഫുഡ് ഭക്ഷ്യമേളയൊക്കെ നടത്താറുണ്ടല്ലേ. അപ്പോൾ അതൊരു സോഷ്യൽ ഈവൻ്റ് ആണ്, ഒരു റിലീജിയസ് സിംബലാണ്. പല ഫുഡുകളും കൊണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അത്. പിന്നെ ഒരു കൾച്ചറൽ എംബ്ലമാണ്, പല കൾച്ചേഴ്സിന് ഡിഫറെൻറ്റ് ഫുഡ്സും ഉണ്ട്. പിന്നെ നമ്മുടെ പ്രൊഫഷനിൽ നിൽക്കുമ്പോൾ ഇറ്റ് ഈസ് ആൻ ഇൻ്റഗ്രൽ കമ്പോണൻറ്റ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്. നമുക്ക് ഡയബറ്റീസും ഹൈപ്പർ ടെൻഷനും ഒക്കെ ഉള്ളവർക്ക് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ന്യൂട്രീഷൻ ഈസ് വൈറ്റൽ ഫോർ ലൈഫ് ആൻഡ് ഹെൽത്ത് ആൻഡ് പുവർ ന്യൂട്രീഷൻ ക്യാൻ സീരിയസ്ലി ഇൻക്രീസ് വൺസ് ലെവൽ ഓഫ് വെൽനെസ്. അപ്പം ന്യൂട്രീഷൻ വൈറ്റൽ, നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഇറ്റ് ഇസ് വൈറ്റൽ. വൈറ്റൽ എന്ന് വെച്ചാൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സോ ഇഫ് ഇറ്റ് ഇസ് പുവർ, ഇഫ് അവർ ന്യൂട്രീഷൻ ഈസ് പുവർ, ഇറ്റ് ക്യാൻ കോസ് മെനി സൈഡ് എഫക്ട്സ് ടു അവർ ലെവൽ ഓഫ് വെൽ. നമ്മൾ നന്നായിട്ട് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകും. സോ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് നഴ്സിംഗ്. ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഏത് മേഖല എടുത്താലും ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ്. അങ്ങനെ നമ്മൾ പറയുകയാണ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആൻഡ് ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഇൻ നഴ്സിംഗ് ടു. ഓക്കെ, ലെറ്റ് us see. A good nutritional status is essential for what? For normal growth. നമ്മൾ നോർമലായിട്ട് നമ്മുടെ ഏജിനനുസരിച്ചുള്ള വളർച്ച വരണമെങ്കിൽ we should have good nutritional status. Then development of functions of organs. നമ്മുടെ എല്ലാ ഓർഗൻസിനും ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഇഫ് യു വാണ്ട് ഇറ്റ് ടു ഡെവലപ്പ് നോർമലി യു നീഡ് ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റേറ്റസ് ആൻഡ് നോർമൽ റീപ്രൊഡക്ഷൻ അല്ലേ. ഹ്യൂമൻ ബീങ്സ്, അതായത് ജീവനുള്ള എല്ലാത്തിനും റീപ്രൊഡക്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ മനുഷ്യർക്കും. അപ്പോൾ നോർമൽ റീപ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ യുവർ ഗുഡ് ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഷുഡ് ബി അഡിക്വേറ്റ്, അതർവൈസ് ദർ വിൽ ബി പ്രോബ്ലം വിത്ത് ദ ഓഫ് സ്പ്രിങ്സ് യു മേക്ക്. ദെൻ ഗ്രോത്ത് ആൻഡ് മെയിൻ്റനൻസ്, വളരുന്നതിനും ആ വളർച്ചയെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും വി നീഡ് ഗുഡ് ന്യൂട്രീഷൻ. ദെൻ ഓപ്റ്റിമൽ ആക്ടിവിറ്റി ആൻഡ് വർക്കിംഗ് എഫിഷ്യൻസി. ഇഫ് യുവർ ഫുഡ് ഹാബിറ്റ്സ് ആർ റോങ്, ഇഫ് യുവർ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഇസ് പുവർ, ദെൻ you won't be able to work efficiently or your optimal activity will be low. Then resistance to infection, that is more important. In order to prevent disease conditions we need good nutrition. When we take good nutrition, our body's immunity is apt or appropriate, so we can resist more disease conditions or more infections. When it is poor, when our nutritional status is poor, resistance is also poor. Then for repair of injury or damage, നോർമലാണ് അതല്ലേ. നമുക്ക് എന്തെങ്കിലും മുറിവുകൾ വരുമോ അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി വരുമോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ either unknowingly or knowingly there is an injury to our body, അല്ലെങ്കിൽ ഒരു ഡാമേജ് വന്നു, അത് ക്യൂർ ആവണമെങ്കിൽ, അത് റിപ്പയർ ആവണമെങ്കിൽ we need good nutrition and nutritional elements like protein, fat, carbohydrate, etc. Okay, so for all these factors, for normal growth, development and functions of organs, normal reproduction, growth and maintenance, then working efficiency, resistance to disease conditions, and for repair of our body parts, for all these things we need a good nutritional status.
Okay, before learning more, let us see some terminologies. That is some new words which is related to nutrition. First one is anorexia. It is a loss of appetite. പല സമയങ്ങളിൽ നമുക്ക് വരാറുണ്ട്. നമുക്ക് വിശപ്പില്ലായ്മ എന്ന് പറയും. It is called, the one word for this is called anorexia. And the second one is dyspepsia. It means indigestion. പലപ്പോഴും വരാറുണ്ടല്ലേ, ദഹനക്കേടാണ് നമ്മുടെ കാരണവന്മാർ പറയും. It is a feeling of fullness, discomfort, nausea and anorexia. എപ്പോഴും വയറ് നിറഞ്ഞിരിക്കുന്ന ഓരോരു ഫീലിംഗ്, നമുക്ക് ഭയങ്കര ഡിസ്കംഫോർട്ട് ആയിരിക്കും വയറിൻ്റെ ഉള്ളിൽ. നോസിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഛർദ്ദിക്കാൻ വരുന്ന പോലെ തോന്നും. അനോറക്സിയ നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ആൻഡ് ദ തേർഡ് വൺ ഈസ് ഡിസ്ഫാജിയ. ഇറ്റ് ഇസ് ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ്. അതിന് മെക്കാനിക്കൽ റീസൺസ് ഉണ്ടായിരിക്കാം, സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ടായിരിക്കാം, എന്തുമാണെങ്കിലും ഇഫ് ദർ ഈസ് എ ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ് വിച്ച് ഇസ് കോൾഡ് ഡിസ്ഫാജിയ. ദെൻ ഫുഡ്. വാട്ട് ഈസ് ഫുഡ്? ഇറ്റ്സ് എനി സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ബൈ ദ ബോഡി ഫോർ ഇറ്റ്സ് ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് റിപ്പയർ. അത് നമുക്ക് ഹാംഫുൾ അല്ലാത്ത, നമ്മൾ കഴിക്കുന്ന ഏത് സാധനത്തിനും നമ്മൾ ഫുഡ് എന്ന് വിളിക്കാം, വിച്ച് ഈസ് യൂസ്ഡ് ബൈ അവർ ബോഡി ഫോർ ഇറ്റ്സ് ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ് ആൻഡ് റിപ്പയർ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് നോസിയ. നമ്മളിവിടെ നോസിയ കണ്ടായിരുന്നു. നോസിയ ഈസ് എ സെൻസേഷൻ ഓഫ് സിക്നസ് വിത്ത് ഇൻക്ലിനേഷൻ ടു വൊമിറ്റ്. അത് നമുക്ക് ഛർദ്ദിക്കാൻ വരും നമ്മൾ പറയും. ആ ഫീലിംഗ്, അത് തൊണ്ടയിൽ എന്തോ വന്നിരിക്കുകയാണ്, എനിക്കിപ്പോൾ ഛർദ്ദിക്കണം എന്ന് പറയും. ദാറ്റ് ഈസ് കോൾഡ് നോസിയ. ആൻഡ് സിക്സ്ത് വൺ ഈസ് ന്യൂട്രിയൻസ്. കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ഫുഡിൽ നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട്, അവയ്ക്കാണ് ന്യൂട്രിയൻസ് പറയുന്നത്. എക്സാമ്പിൾസ്: ദ മെയിൻ ന്യൂട്രിയൻസ് ഇൻ ദ ഫുഡ് ഈസ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ആൻഡ് മിനറൽസ്. ദെൻ വാട്ട് ഈസ് ബെൽച്ചിങ്? കേട്ടിട്ടുണ്ടോ ബെൽച്ചിങ്? ടു ലെറ്റ് ഔട്ട് എയർ ത്രൂ ദ മൗത്ത് വിത്ത് നോയ്സ്. നമ്മൾ കുമ്പ നിറച്ച് ഭക്ഷണമൊക്കെ ചെയ്തിട്ട് ഒരു നീണ്ട ഏമ്പക്കം വിടത്തില്ലേ, ഈ ഏമ്പക്കത്തിന് പറയുന്ന പേരാണ് ബെൽച്ചിങ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് റീഗർജിറ്റേഷൻ. ഇറ്റ് ഈസ് ദ ബാക്ക് ഫ്ലോ. Example is backflow of partially digested food into the mouth from the stomach. നമ്മൾ കഴിച്ചിട്ട് ദഹിക്കാത്ത ഭക്ഷണം എല്ലാം തിരിച്ച് കയറി വരുന്നതിനാണ് നമ്മൾ ബാക്ക്ഫ്ലോ അല്ലെങ്കിൽ റീഗർജിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് വോമിറ്റിംഗ്. നമ്മളെല്ലാവരും വളരെ ഫെമിലിയർ ആണ്. ഇറ്റ് ഈസ് ആൻ എക്സ്പെൽഷൻ ഓഫ് സ്റ്റൊമക് കണ്ടൻസ് ബൈ ഈസോഫാഗസ് ആൻഡ് മൗത്ത്. ഛർദ്ദിക്കുക എന്ന് പറയും അല്ലേ. ദീസ് ആർ ദ കോമൺ terminologies which we use in nutrition: anorexia, dyspepsia, dysphagia, food, nausea, nutrients, belching, regurgitation and vomiting. I think it's clear to you. Let us see the factors which affect the nutritional needs. Can we see that? Okay. Customs and beliefs. ശരിയാണോ? നമ്മുടെ ഭക്ഷണത്തിൻ്റെ, നമ്മുടെ ന്യൂട്രീഷണൽ നീഡ്സിനെ നമ്മുടെ കസ്റ്റംസും ബിലീഫ്സും അഫക്റ്റ് ചെയ്യാറുണ്ടോ? It's a part of cultures. Then family's role in shaping food habits. Then passed from one generation to next. And food combinations. These are the points comes under customs and beliefs. അതായത് നമുക്കറിയാം പല കൾച്ചറിലും പല ഫുഡും കഴിക്കാൻ പാടില്ല, പല കൾച്ചറിലും പല ഫുഡുകൾ മാത്രമേ കഴിക്കാവുള്ളൂ. അങ്ങനെ പല കൾച്ചറുണ്ടല്ലേ, നമ്മുടെയൊക്കെ വീടുകളിലോട്ട് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. പിന്നെ ഫാമിലീസ് റോൾ ഇൻ ഷേപ്പിംഗ് ഫുഡ് ഹാബിറ്റ്സ്. നമ്മുടെ ഫാമിലിയിൽ നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമുക്ക് കുറച്ച് ഭക്ഷണ സാധനങ്ങൾ തരുന്നതല്ല, അപ്പം നമ്മൾ അതിനോട് യൂസ്ഡ് ആകും. ആൻഡ് ദാറ്റ് വിൽ മേക്ക് അവർ ഫുഡ് ഹാബിറ്റ്സ് ഓർ ദാറ്റ് വിൽ ഷേപ്പ് അവർ ഫുഡ് ഹാബിറ്റ്സ്. ദെൻ പാസ് ഫ്രം വൺ ജനറേഷൻ ടു നെക്സ്റ്റ്. എപ്പോഴും അങ്ങനെയാണ്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ് നമ്മൾ അടുത്ത ജനറേഷന് കൊടുക്കുന്നത്, അവരുടെ അവർ അടുത്ത ജനറേഷനിലോട്ട് കൊടുക്കും. അങ്ങനെയാണ് എന്താ പറയുക, നമ്മുടെ കസ്റ്റംസും നമ്മുടെ ബിലീഫ്സും ഒക്കെ ഒരു ജനറേഷനിലെ ഫുഡ് ഹാബിറ്റ്സിന് അടുത്ത ജനറേഷനിലോട്ട് പാസ് ചെയ്യുന്നത്. ദെൻ ഫുഡ് കോമ്പിനേഷൻസ്. ചില ഫുഡ് കോമ്പിനേഷൻസ് കഴിക്കരുതെന്ന് പറയും, അത് പോയിസണസ് ആണെന്ന് പറയും. ചില ഫുഡ് കോമ്പിനേഷൻസ് വളരെ നല്ലതാണെന്ന് പറയാം അല്ലേ. പലതൊന്നും നമ്മൾ കേട്ടിട്ടുണ്ട്, മോരും മീനും കഴിക്കരുത്, അല്ലെങ്കിൽ വേറെ രണ്ട് സാധനങ്ങൾ കഴിക്കരുത്, അല്ലെങ്കിൽ കപ്പയുടെ കൂടെ എപ്പോഴും നമ്മൾ ഹൈ പ്രോട്ടീൻ കഴിക്കണം, അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ കൂടെ ഹൈ പ്രോട്ടീൻ കഴിക്കണം. ഇങ്ങനെയുള്ള കുറേ കോമ്പിനേഷൻസ് നമുക്ക് കേൾക്കാൻ പറ്റും. എസ്പെഷ്യലി ആയുർവേദത്തിലാണ് ഇതൊക്കെ പറയുന്നത്. സോ ഫസ്റ്റ് പോയിന്റ് ഈസ് കസ്റ്റംസ് ആൻഡ് ബിലീഫ്സ്. സെക്കൻഡ് വൺ ഈസ് റിലീജിയസ് ബിലീഫ്സ്. നമ്മളത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു കാണും. ക്രിസ്ത്യൻസ്, ഹിന്ദുസ്, ജെയിൻ, മുസ്ലിംസ് എക്സെട്ര അല്ല, നമ്മളത് മറ്റേ സിംബോളിക് മീനിങ്സാണ് പറഞ്ഞത്. ക്രിസ്ത്യൻസിൻ്റെ അടുത്ത് നമുക്കറിയാം ഒരു മോസ്റ്റ് ആയിട്ടും ഓൾമോസ്റ്റ് എല്ലാ ഫുഡ് തിരിഞ്ഞു കഴിക്കാത്ത എന്തും കഴിക്കുന്ന ആളുകളാണ് അല്ലേ ക്രിസ്ത്യൻസ്, എസ്പെഷ്യലി നോൺ വെജ്. ഹിന്ദുസിൻ്റെ ഇടയ്ക്കും ഇങ്ങനത്തെ പല ബിലീഫ്സും ഉണ്ട്. പലരും ഇറച്ചി മീനൊന്നും കഴിക്കത്തില്ല അല്ലേ. എസ്പെഷ്യലി എന്താ പറയുക, ബ്രാഹ്മിൻസ് പോലെയുള്ളവർക്ക് നോൺ വെജ് ഒന്നും പറ്റത്തില്ല. പിന്നെ ജെയിൻസ് പറഞ്ഞ പ്രത്യേക മതക്കാരുണ്ട്. ജെയിൻസിൻ്റെ ഇടയ്ക്ക് അവർ ഉള്ളി ചേർത്ത്, സവോള ചേർത്ത ഭക്ഷണങ്ങൾ കഴിക്കില്ല എന്ന് പറയും. മുസ്ലിംസിന് കുറച്ച് ഫുഡ് പ്രിഫറൻസസ് ഉണ്ട്, പോർക്ക് പോലുള്ള ഫുഡ് ഐറ്റംസ് അവർ കഴിക്കത്തില്ല. സോ ദീസ് ഓൾ ആർ റിലേറ്റഡ് ടു റിലീജിയസ് ബിലീഫ്സ്. തേർഡ് വൺ ഈസ് ഏജ്. ഡിഫറെൻറ്റ് ഫുഡ്സ് ഇൻ ഡിഫറെൻറ്റ് ഏജ്. നമുക്കറിയാം, നമ്മളൊരു 5 ഡോക്ടേഴ്സിൻ്റെ ഇതനുസരിച്ച് 6 മാസത്തിലാണ് ടോപ്പ് ഫുഡ് പിള്ളേർക്ക് കൊടുക്കുന്നത്. ഉണ്ടായിക്കഴിഞ്ഞാൽ 6 മാസം വരെ എക്സ്ക്ലൂസീവായിട്ട് അവരെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അത് കഴിയുമ്പോൾ നമ്മൾ സ്മാഷ്ഡ് ഫുഡ്സും സെമി സോളിഡ് ഫുഡ്സുമായിട്ട് തുടങ്ങും. പിന്നെ ഒരു വയസ്സൊക്കെ കഴിയുമ്പോൾ ഫുഡുകൾ സ്റ്റാർട്ട് ചെയ്യും.
പിന്നെ ഒരു വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഏത് ഫുഡും കഴിക്കാൻ. പിന്നെ വയസ്സായി കഴിയുമ്പോൾ നമുക്ക് പല ഫുഡുകളും കഴിക്കാൻ പറ്റത്തില്ല. നമ്മുടെ മെക്കാനിക്കൽ ഡിഫിക്കൽറ്റി പല്ലില്ലാത്തതുകൊണ്ടോ സോളൈൻ ഡിഫിക്കൽറ്റീസ് ഉണ്ടോ. അതുകൊണ്ട് എല്ലാ ഏജിലും ഡിഫറെൻറ്റ് ഫുഡ്സാണ് നമ്മൾ കഴിക്കുന്നത്. ദെൻ ഫുഡ് ടാബൂസ്, ഫുഡ് റിലേറ്റഡ് സൂപ്പർസ്റ്റിഷൻ, അതായത് അന്ധവിശ്വാസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് ഇസ് പപ്പായ ഈസ് നോട്ട് ഗുഡ് ഇൻ പ്രഗ്നൻസി എന്ന് പറയാം അല്ലേ. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു പപ്പായ കഴിച്ചാൽ അബോർഷൻ ആവും എന്ന് പറയും. പക്ഷേ സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള പപ്പായയിലുള്ള ഒരു എൻസൈം ഉണ്ട്, ഇറ്റ് ക്യാൻ കോസ് അബോർഷൻ. പക്ഷേ നിങ്ങൾ ഇരുന്ന ഇരിപ്പിൽ പച്ച പപ്പായ 1 കിലോ എങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡിക്ക് അതിന് എന്തെങ്കിലും ഹാംഫുൾ ഇഫക്റ്റ് വരുത്താൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ ഗാർലിക് ഇൻക്രീസസ് മിൽക്ക് സെക്രീഷൻ ഡ്യൂറിങ് ലാക്ടേഷൻ. ഇതൊരു ലോക്കൽ ബിലീഫാണ്, ഇതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു എവിഡൻസും ഇല്ല. അതുകൊണ്ടാണ് ഇതിനെ സൂപ്പർസ്റ്റിഷൻ എന്ന് വിളിക്കുന്നത്. വേറെയും ഫുഡ് ടാബൂസ് ഉണ്ട് പലതും. ദ ഫിഫ്ത്ത് വൺ ഈസ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ. നമുക്കറിയാം നോർത്ത് ഇന്ത്യയും സൗത്ത് ഇന്ത്യയും നമ്മൾ എക്സാമ്പിളായിട്ട് പറയാം. നോർത്ത് ഇന്ത്യയിലെ ആളുകൾ ചപ്പാത്തി കൂടുതൽ കഴിക്കുന്നത്, നമുക്ക് ചോറാണ് ഇഷ്ടമല്ലേ. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലുള്ള ആളുകൾ ഡിഫറെൻറ്റ് ഫുഡാണ് കഴിക്കുന്നത്. നമ്മളിവിടെ ദോശ ഇഡ്ഡലി ഉണ്ടാക്കാൻ മണിക്കൂറുകൾ ചിലവാക്കുമ്പം വെസ്റ്റേൺ കൺട്രീസിലുള്ളവർ രാവിലെ ഒരു പീസ് ബ്രെഡ് ആയിരിക്കും കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബോയിൽഡ് എഗ് ആയിരിക്കും കഴിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ഇൻ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻസ്. ദെൻ നെക്സ്റ്റ് ഈ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്. നമുക്കറിയാം ഹൈ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഉള്ളവർ കെൻഡക്കി ഫ്രൈഡ് ചിക്കനും ബർഗറും പിന്നെന്താ പിസ്സയും ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ലോ ഇക്കണോമിക് സ്റ്റാറ്റസിലുള്ളവർ കഞ്ഞിയും പയറും ആയിരിക്കും കഴിക്കുന്നത് അല്ലേ. സോ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന് എപ്പോഴും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിനെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ന്യൂട്രീഷണൽ നീഡ്സിനെ അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഈസ് കുക്കിംഗ് പ്രാക്ടീസസ്. Method of cooking affects nutritive value of foods. Example, excessive washing, draining water of rice after boiling. ഇതൊക്കെ ഇതിൻ്റെ ന്യൂട്രീറ്റീവ് വാല്യൂസിനെ കുറയ്ക്കുന്നതാണ് പറയുന്നത്. എക്സസീവ് വാഷിംഗ്, നമ്മൾ ഒത്തിരി പച്ചക്കറികൾ കഴിക്കാൻ, അല്ലെങ്കിൽ ചോറ് വെച്ചിട്ട് അതിൻ്റെ കഞ്ഞിവെള്ളം ഊറ്റിക്കളയും, അല്ലെങ്കിൽ നമ്മളതിനെ ചോറാക്കാൻ, കഞ്ഞിയെ ചോറാക്കാൻ. അപ്പോൾ അതിൻ്റെ ന്യൂട്രീഷൻ മുഴുവൻ പോകുമെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ഓവർ കുക്കിങ്ങിനും പ്രശ്നമുണ്ട്. നമുക്കറിയാം, നമുക്ക് ഫ്രൈഡ് ഫുഡ്സാണ് ഇഷ്ടം. അപ്പം ഫ്രൈഡ് ആകുമ്പോഴത്തേക്ക് അതിൽ ഒത്തിരി ന്യൂട്രീറ്റീവ് ഫാക്ടേഴ്സ് മിസ്സാവുമെന്നാണ് പറയുന്നത്. Okay, then hot and cold foods. It is believed that hot foods like meat, eggs, legumes increases the body heat, and cold foods like fruits, vegetables and milk decreases body heat. അപ്പം ചൂടുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ബോഡിയുടെ ചൂട് കൂട്ടും. അതുപോലെ തന്നെ തണുപ്പുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചറിനെ കുറയ്ക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചൂട് കാലത്ത് അധികം നോൺ വെജ് ഐറ്റംസ് കഴിക്കരുതെന്നും തണുപ്പ് കാലത്താണ് നോൺ വെജ് കൂടുതൽ കഴിക്കേണ്ടതെന്ന് പറയുന്നത്. തണുപ്പ് കാലത്ത് നമുക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മിൽക്കൊക്കെയാണ് കൂടുതൽ ആപ്റ്റ് എന്നാണ് പറയുന്നത്. Okay, next is basal metabolic rate or BMR. It is defined as the amount of energy required by a person who is awake but is nearly at complete mental and physical rest and has not consumed any food from 12 to 14 hours. The higher the BMR, the more is calorie requirements. ഇവിടെ പറയുന്നത് നമ്മുടെ ബോഡിയുടെ ബേസിക് ആയിട്ടുള്ള മെറ്റബോളിക് റേറ്റ് ആണ്. നമ്മൾ വർക്ക് ചെയ്യുമ്പോഴല്ല, നമ്മളിപ്പോൾ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ യൂഷ്വലി സെലക്ട് ചെയ്ത് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് വെറുതെ ബെഡിൽ കിടക്കുന്ന ഒരു സമയമില്ല. അപ്പോൾ നമ്മളൊരു 12 to 14 hours മുമ്പായിരിക്കും നമ്മുടെ ഡിന്നർ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കിടന്നുറങ്ങി, നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ ഇത്തിരി ഒരു മടി പിടിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ആ സമയത്താണ് നമ്മുടെ ബോഡിയുടെ മെറ്റബോളിക് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ കുറേ ഫ്രാക്ഷൻസ് ഉള്ള നമ്പേഴ്സൊക്കെ കൂട്ടിയാണ്. നമുക്ക് BMR കാൽക്കുലേറ്റർ ഓൺലൈൻ അവൈലബിൾ ആണ്. അതിൻ്റെ അകത്ത് നമ്മുടെ ഹൈറ്റും വെയിറ്റും ഏജും സെക്സും ഒക്കെ അടിച്ചു കൊടുത്തിട്ട് അവർ ഓട്ടോമാറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്ത് തരും. അല്ലെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫോർമുല ഇപ്പോൾ പഠിക്കാനില്ല. അപ്പം നിങ്ങൾക്ക് BMR കാൽക്കുലേറ്റർ ഗൂഗിൾ ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയുടെ മെറ്റബോളിക് റേറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ബോഡിയുടെ മെറ്റബോളിക് റേറ്റ് കൂടുതലാണെങ്കിൽ യു നീഡ് മോർ കാലറീസ്, ഇഫ് ഇറ്റ് ഇസ് ലെസ് യു നീഡ് ലെസ് കാലറീസ്. ഇത്രയും ഓർത്തിരുന്നാൽ മതി കേട്ടോ. സോ BMR കൂടുന്നതിനനുസരിച്ച് കാലറി റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഫുഡിൻ്റെ ആവശ്യം കൂടും. BMR കുറയുന്നതിനനുസരിച്ച് അത് കുറയുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. ദെൻ സർഫസ് ഏരിയ ഓഫ് ദ ബോഡി. ദ ലാർജർ ദ സർഫസ് ഏരിയ ഓഫ് ദ ബോഡി എനർജി റിക്വയർമെൻറ്റ് ഈസ് സ്മോൾ. ശരിക്കും അതല്ലേ, നമ്മുടെ ബോഡിയുടെ സർഫസ് ഏരിയ, നമ്മുടെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് വി നീഡ് മോർ ഫുഡ് ആൻഡ് വി നീഡ് മോർ എനർജി. ദെൻ സെക്സ്. ഇൻ മെയിൽസ് റിക്വയർ മോർ ദാൻ ഫീമെയിൽസ്. അറിയാം, മെയിൽസാണ് എപ്പോഴും എനർജി റിക്വയർമെൻറ്റ്സ് കൂടുതൽ. അവരാണ് എപ്പോഴും കൂടുതൽ ഫുഡും കഴിക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ വെറുതെ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, എപ്പോഴും മെയിൽ പേഴ്സൺസ് ഈറ്റ് മോർ ഫുഡ് ദാൻ ഫീമെയിൽസ്. നെക്സ്റ്റ് ഇസ് ഫിസിയോളജിക്കൽ കണ്ടീഷൻ. ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ് ചേഞ്ചസ് ഇൻ സ്പെഷ്യൽ health conditions such as pregnancy, lactation, as well as in disease conditions like diabetes, renal disorders, etc. അത് കറക്റ്റാണ്. നമ്മുടെ ഫിസിയോളജിക്കൽ കണ്ടീഷൻ, നമ്മൾ നോർമൽ ആയിരിക്കുമ്പോൾ ഫുഡ് കഴിക്കുന്ന ഒരു അവസ്ഥ ആയിരിക്കത്തില്ല. നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ when you are pregnant you are eating for 2 persons, for you yourself as well as for the child or the baby inside you.
നമുക്ക് 2 പേർക്കുള്ള ഫുഡ് കഴിക്കണം. അതുപോലെ തന്നെ ലാക്ടേഷൻ എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് ടൈമാണ്. അപ്പം നമ്മൾ ഒരു 6 മാസത്തേക്ക് we are exclusively breastfeeding our babies, so we have to eat the food to compensate the loss we face due to lactation. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ന്യൂട്രീഷൻസിനെ തിരിച്ചു പിടിക്കാൻ വേണ്ടി we need to eat more food when we lactate or when we breastfeed. പിന്നെ ഡിസീസ് കണ്ടീഷൻസ് വരുമ്പോൾ ഡയബറ്റീസിലൊക്കെ നമുക്ക് ഒത്തിരി മധുരമുള്ള ഫുഡുകൾ കഴിക്കാൻ പറ്റത്തില്ല. റീനൽ ഡിസോർഡേഴ്സിൽ നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, പലതരം ഫുഡുകളുടെയും അതുപോലെ തന്നെ വാട്ടറിൻ്റെ ഒക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് the thing which is related to physiological condition. Next one is climate or environment. നമുക്കറിയാം ഭയങ്കര തണുപ്പത്ത് നമ്മൾ മടി പിടിച്ച് വീട്ടിൽ നമുക്ക് ഭയങ്കര വിശപ്പാണ് അല്ലേ, ചൂടുകാലത്ത് അത്രയും വിശപ്പില്ല. സോ the climate or the environment also affects our nutritional status. Then physical activity. When you are physically active, then you need more nutrition. നമുക്കറിയാം അധ്വാനിച്ച് പണിയെടുക്കുന്ന ആളുകൾക്ക് ഒത്തിരി ഫുഡ് വേണം അല്ലേ. നമുക്ക് സെഡൻറ്ററി ലൈഫ് സ്റ്റൈലാണ് അല്ലെങ്കിൽ നമുക്ക് കായിക അധ്വാനമില്ലെങ്കിൽ we need less food. But when we are leading a sedentary lifestyle and we eat more food, we will get obesity. പൊണ്ണത്തടി എന്ന് പറയും. That is what's happening nowadays. Okay, then the food production and distribution. ഇത് ന്യൂട്രീഷണൽ നീഡ്സിനെ അഫക്റ്റ് ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ്. even if you need more food, if the production and distribution is less, then you get less food only. If the food production and distribution is adequate or more, then you get adequate food contents. Okay, when it is low, നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന അതാണ്, പോവർട്ടിയുള്ള മിക്ക രാജ്യങ്ങളിലും ഫുഡ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ലോ, thus the people get less food. So these are the factors affecting the nutritional needs of human beings. Now, as nurses, we need to assess the nutritional needs of our patients, right? So let us see the variables for that. Okay, when a patient is admitted to hospital, nutritional screening is carried out to obtain subjective and objective information from patients and relatives to determine nutritional status. So നമുക്ക് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ കിട്ടിക്കഴിയുമ്പോൾ what we do is the nutrition assessment or nutritional screening. എന്തിനാണ് ചെയ്യുന്നത്? We need subjective and objective information. What is the difference between subjective and objective information? When the patient talks about himself or herself or themselves, it is subjective data, and a second or third person assess the patient and they collect information from the patient, that is subjective information. പേഷ്യൻ്റ് പറയുവാണ് എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് ഇങ്ങനെയാണ്, എൻ്റെ ഫുഡ് ഹാബിറ്റ്സ് അങ്ങനെയാണ്, അതാണ് സബ്ജക്റ്റീവ് ഇൻഫർമേഷൻ. പക്ഷെ നമ്മൾ പേഷ്യൻ്റ് അസസ് ചെയ്ത് ഓക്കെ പേഷ്യൻ്റെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് പോറാണ്, പേഷ്യൻ്റ് ഭയങ്കര ലീനാണ് തിന്നാണ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ഒബ്ജക്റ്റീവ് ഇൻഫർമേഷൻ. സോ ഈ രണ്ടും വേണം പേഷ്യൻ്റെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഡിസൈഡ് ചെയ്യാൻ. സോ ഇൻ എ നഴ്സിംഗ് അസസ്മെൻറ്റ് ദ ഫോളോയിങ് 5 factors are identified and recorded in the nurse's record. First one is assessment of history of intake of food, lifestyle and any medications to find out the actual risk of nutritional problem. എന്തോരം ഫുഡാണ് പേഷ്യൻ്റ് എടുക്കുന്നത്, പേഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ സെഡൻറ്ററി ആണോ, ഹാർഡ് വർക്കിംഗ് ആണോ, അല്ലെങ്കിൽ മോഡറേറ്റ് ആണോ, പേഷ്യൻ്റ് എന്തെങ്കിലും മരുന്നുകൾ എടുക്കുന്നുണ്ടോ, ഇതൊക്കെ അറിഞ്ഞാലേ നമുക്ക് കൃത്യമായിട്ട് പേഷ്യൻ്റ് എന്തെങ്കിലും ന്യൂട്രീഷണൽ പ്രോബ്ലംസ് ഉണ്ടോ എന്ന് അസസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് വൺ ഈസ് ഡിറ്റർമൈനിങ് ദ ഈറ്റിംഗ് പാറ്റേൺ, ടൈപ്പ് ഓഫ് ഫുഡ് കൺസ്യൂംഡ് ആൻഡ് ഫ്രീക്വൻസി ഓഫ് കൺസംഷൻ. ഏത് പാറ്റേണിലാണ് പേഷ്യൻ്റ് ഫുഡ് കഴിക്കുന്നത്, ഏത് ഫുഡാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം എത്ര തവണ കഴിക്കും. ഇപ്പോൾ പേഷ്യൻ്റ് 2 തവണ കൊണ്ട് ഒത്തിരി ഫുഡ് കഴിക്കുവാണോ, അതോ പേഷ്യൻ്റ് ഈറ്റിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് പേഷ്യൻ്റ് സ്മോൾ ഫ്രീക്വൻ്റ് ആയിട്ടാണോ കഴിക്കുന്നത്, ഫ്രീക്വൻസി ഓഫ് കൺസംഷൻ എത്ര തവണയാണ് കഴിക്കുന്നത്, പിന്നെ പേഷ്യൻ്റെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്ക്, എന്ത് ഫുഡാണ് പേഷ്യൻറ്റിന് ഇഷ്ടം, എന്താണ് ഇഷ്ടമല്ലാത്ത, ഡയറ്ററി ഒമിഷൻ എന്ന് പറഞ്ഞാൽ അവോയ്ഡൻസ്, എന്തൊക്കെ ഫുഡുകൾ പേഷ്യൻ്റ് വൊമിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. ഇത് വൊമിറ്റിംഗ് അല്ല, ഒമിഷനാണ്. വൊമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക, വൊമിറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. സോ ഒമിഷനും വൊമിറ്റിങ്ങും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. അപ്പം പല ആളുകളും ഉണ്ടല്ലോ നോൺ വെജ് ഇഷ്ടമില്ലാത്തവർ അല്ലെങ്കിൽ പച്ചക്കറി ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ വരുമ്പോൾ ദർ ഈസ് ടോട്ടൽ ന്യൂട്രീഷണൽ റിസ്ക്. ഡയറ്ററി ഒമിഷൻസ് എപ്പോഴും ന്യൂട്രീഷണൽ റിസ്ക് കൊണ്ടുവരും. കാരണം നോൺ വെജ് ഫുഡ് കൊടുക്കുന്ന ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് അല്ല വെജ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ രണ്ടും ആവശ്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം വൊമിറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്താൽ ദർ ഇസ് റിസ്ക് ഓഫ് ന്യൂട്രീഷണൽ റിസ്ക്. Okay, next point is assessment of food allergies or need for therapeutic diet. ഏതെങ്കിലും ഭക്ഷണ സാധനങ്ങളോ പേഷ്യൻ്റ് അലർജി, പലർക്കും അറിയാലോ സീ ഫുഡ് കഴിച്ചാൽ ചൊറിച്ചിൽ വരും, അല്ലെങ്കിൽ ബീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ദേഹം അല്ലെങ്കിൽ എന്താ പറയുക അനാഫിലാക്റ്റിക് റിയാക്ഷൻസ് വരും, ദേഹം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കും, അല്ലെങ്കിൽ അങ്ങനെ വോമിറ്റിംഗ് വരും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അലർജീസ് ഉണ്ടോ, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഡയബറ്റിക് ആണോ, ഹൈപ്പർ ടെൻഷൻ ആണോ, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് റീനൽ പ്രോബ്ലംസ് ഉണ്ടോ, അതായത് കിഡ്നി സംബന്ധിക്കുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പേഷ്യൻറ്റിന് അതുകൊണ്ട് തെറാപ്യൂട്ടിക് ഡയറ്റ് വേണോ. These all things to be assessed when the patient comes to hospital.
Then assessment of patient's physical difficulties while eating or drinking. Any need for soft or easy chewable diet. അതായത് പേഷ്യൻ്റ് ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ്, അതായത് ഫങ്ഷണൽ പ്രോബ്ലംസ് ഉണ്ടോ, പേഷ്യൻ്റിന് പല്ലിൻ്റെ കുറവുണ്ടോ, പല്ലിൻ്റെ പ്രോബ്ലംസ് ഉണ്ടോ, പേഷ്യൻറ്റിന് swallowing difficulties ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതെല്ലാം നമുക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനൊന്നും പറ്റത്തില്ലെങ്കിൽ നാച്ചുറലി ഇറ്റ് വിൽ അഡ്വേഴ്സ്ലി അഫക്റ്റ് അവർ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ്. So these physical difficulties should be assessed by the nurse. Then the last point is assess nutritional status weekly for inpatients and for outpatients when necessary. Then നമുക്ക് രണ്ട് ടൈപ്പ് പേഷ്യൻസ് ഉണ്ട് ആ ഹോസ്പിറ്റലിൽ. ഇൻപേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിനെ നമ്മൾ ഇൻപേഷ്യൻസ് എന്ന് പറയുന്നത്. ഔട്ട് പേഷ്യൻസ് പറഞ്ഞാൽ നമ്മുടെ ഒ പി ഡിയിൽ ഔട്ട് പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന പേഷ്യൻസിന് നമ്മൾ ഔട്ട് പേഷ്യൻസ് എന്ന് പറയും. ഇൻപേഷ്യൻ്റ് നമ്മുടെ പേഷ്യൻ്റ് നമ്മുടെ വാർഡിൽ അല്ലെങ്കിൽ നമ്മുടെ റൂംസിൽ അവൈലബിൾ ആണെങ്കിൽ അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് എല്ലാ വീക്കിലും നമ്മൾ ചെക്ക് ചെയ്യണം. ഔട്ട് പേഷ്യൻസിൻ്റെ ഡോക്ടർ ഇൻസ്ട്രക്ട് ചെയ്യുവാണ്, അവർ വരുമ്പോൾ അത് നെസസറി ആണെന്നുണ്ടെങ്കിൽ അവരുടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നമ്മൾ assess ചെയ്യണം. Okay, that's all for today. So complete your notes. I hope you understood the things which we will have learned today. If you have any doubts, don't forget to ask me. Thank you.